കുറഞ്ഞ ചിലവിൽ മുടിക്ക് ഭംഗിയും തിളക്കവും നൽകാൻ സഹായിക്കുന്നതും കെമിക്കലുകളൊന്നും ചേരാത്തതും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ഹെയർ സ്പാ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ കുറച്ച് അരിപ്പൊടി എടുക്കാം. ഒരു പാനിലേക്ക് വലിയ സ്പൂണിന് 1 സ്പൂൺ അരിപ്പൊടി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇത് പിന്നെ കട്ടകളൊന്നും ഇല്ലാത്ത പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുടി ഷോൾഡർ വരെ ഉള്ളവർക്ക് ഈ അളവിൽ അരിപ്പൊടി എടുത്താൽ മതിയാവും. മുടി അരയ്ക്കൊപ്പവും അതിന് താഴോട്ടുള്ളവർക്ക് അരിപ്പൊടിയും മറ്റ് ചേരുവകളും കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടി വരും. മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡും എല്ലാം അരിപ്പൊടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇപ്പം അരിപ്പൊടിയിൽ ഒട്ടും കട്ടകളില്ലാതെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി മുടി പൊട്ടിപ്പോവുക, മുടി കൊഴിഞ്ഞു പോവുക ഇതിനൊക്കെ ഏറെ നല്ലതാണ്. മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും നാച്ചുറലായി തലയൊട്ടിയെ വൃത്തിയാക്കാനും സഹായിക്കുന്ന ഒന്നാണ് അരിപ്പൊടി. ഇപ്പോൾ അരിപ്പൊടി നന്നായി തിളച്ചു കുറുകി വരുന്നുണ്ട്. ഇത്രയായാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായി കട്ടിയായിട്ട് വരും. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. നന്നായി ഇത് തണുത്തതിന് ശേഷം വേണം ഇനി ബാക്കിയുള്ള ചേരുവകൾ ഇതിൽ ചേർക്കാൻ. ഇപ്പം ഇത് തണുത്തിട്ടുണ്ട്. തണുത്ത് വന്നപ്പോഴത്തേനും ഇത് കുറച്ച് നല്ല തിക്കായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടുന്നത് തൈരാണ്. വലിയ സ്പൂണിന് 2 സ്പൂൺ തൈരെടുക്കാം. തൈരിൻ്റെ എടുത്തു പറയാവുന്ന ഗുണങ്ങളിലൊന്നാണ് താരനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ്. ഇത് പ്രകൃതിദത്തമായ കണ്ടീഷണറായും മുടിയെ മൃദുലമാക്കി വെക്കാനും നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് തലയോട്ടിയിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും മുടിവേരുകളെ ബലപ്പെടുത്താനും സഹായിക്കും. പിന്നെ വേണ്ടുന്നത് ഒരു മുട്ടയാണ്. മുട്ട ചേർക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ചേർക്കുന്നതാണ് നല്ലത്. പക്ഷെ മുട്ടയുടെ ഉണ്ണിക്ക് ഒരു സ്മെല്ലുള്ളത് കൊണ്ട് ഞാനിത് ചേർക്കുന്നില്ല. മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പാക്ക് ഇട്ടാൽ ഉടൻ തന്നെ ഷാമ്പു ഇട്ട് കഴുകേണ്ടി വരും. അതുകൊണ്ട് മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രമാണ് ഇത് ചേർക്കുന്നത്. ഈ പാക്ക് ഇട്ടതിന് ശേഷം ഉടനെ ഷാമ്പു ഇടേണ്ട ആവശ്യവുമില്ല. മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു വളമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള മുട്ട തലയിൽ തേക്കുന്നതിലൂടെ മുടിയിഴകൾക്ക് കരുത്തും മുടി കൊഴിച്ചിൽ അകറ്റാനും മുടി വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യുന്നു. അടുത്തതായി വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിക്കാം. വെളിച്ചെണ്ണ കുറച്ച് മാത്രം മതി. ഓയിലി മുടിയുള്ളവരാണെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. വരണ്ട മുടിയുള്ളവരാണെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കണം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. വരണ്ട മുടിക്ക് വെളിച്ചെണ്ണയേക്കാൾ മികച്ച വേറൊരെണ്ണയില്ല. വെളിച്ചെണ്ണ മുടിയെ ഈർപ്പമുള്ളതാക്കാനും താരൻ, മുടികൊഴിച്ചിൽ, ചൊറിച്ചിൽ, പിന്നെ മുടിയുടെ അറ്റം പിളരുന്നത് തടയാന്, ഇങ്ങനെ മുടിയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും തടയാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിവുണ്ട്. ഇപ്പം നമ്മുടെ ഹെയർ സ്പാ തയ്യാറായിട്ടുണ്ട്. ഇനി തലയിൽ തേക്കാം. ഈ പാക്ക് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുമ്പായി തലയിൽ നല്ലൊരു ഓയിൽ മസാജ് ചെയ്യണം. തലയോട്ടിയിലും മുടിയുടെ അറ്റം വരെയും ഒരു 5-10 മിനിറ്റ് എണ്ണ തേച്ച് നല്ലൊരു മസാജ് കൊടുക്കണം. പിന്നെ ഷാമ്പു ഇട്ട് കഴുകിക്കളയാൻ കണ്ടീഷണർ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ മുടി നന്നായി ഉണങ്ങിയിട്ട് ഈ മാസ്ക് ഇടാം. മാസ്ക് ഇടുന്നതിന് മുമ്പായി മുടിയിലെ ചെടയും കുരുക്കൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇടാൻ. ഇത് മുടിയിഴകളിലും തലയോട്ടിയിലും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇത് തലയിലെല്ലാം നന്നായി തേച്ചിട്ട് കുറഞ്ഞത് ഒരു 3/4 മണിക്കൂർ വരെയെങ്കിലും തലയിൽ വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാൻ. തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാം. തണുത്ത വെള്ളം പറ്റാത്തവർക്ക് വെള്ളത്തിന്റെ തണുപ്പ് മാറ്റി തല കഴുകാം. ഉടൻ തന്നെ ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. ഒരു ദിവസം കഴിഞ്ഞ് ഷാമ്പു ഇട്ട് കണ്ടീഷണർ ഇടുന്നതാണ് നല്ലത്. ഇത് തലയിലെല്ലാം തേച്ചതിന് ശേഷം ഷവർ ക്യാപ്പ് ഇടണം. പിന്നെ മുടി ഡ്രൈ ആകാൻ അനുവദിക്കരുത്. 3/4 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ഉടനെ ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. കണ്ടീഷണർ ഇട്ട് 5-10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം മുടി ഉണക്കാനായി ഹെയർ ഡ്രയർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.